ഏവർക്കും നമസ്കാരം. കലാകൗമുദി കഥാമാസികയിൽ പ്രസിദ്ധീകരിച്ച പ്രമുഖ കഥാകാരൻ ശ്രീ കാരൂർ സോമന്റെ കഥ മരണവീട് ആണ് ഞാൻ വായിക്കുന്നത്. ലണ്ടനിൽ നിന്നെത്തിയ മാത്തുക്കുട്ടി ഒരു കുരിച്ചൊഴിയുന്ന മഴയത്താണ് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പുറത്തു വന്നപ്പോഴും മഴ തിമിർത്താടി പെയ്യുന്നുണ്ടായിരുന്നു. തോരാമഴയിൽ വീട്ടിൽ നിന്നെത്തിയ കാറിൽ കയറി ചാരുമൂട്ടിലേക്ക് യാത്ര തിരിച്ചു. റോഡിന്റെ പല ഭാഗങ്ങളിലും നായ്ക്കൾ പരസ്പരം കയർത്തു കുരയ്ക്കുന്നു. വിഭ്രാന്തിയോടെ കുട്ടികൾ ഓടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ തെരുവ് നായ്ക്കളെ കാണാറില്ല. നാട്ടിലെ നായ്ക്കളെ ഭയന്ന് സഞ്ചാരികൾ പോലും ഇവിടേക്ക് വരാറുണ്ടാവുമോ എന്നയാൾ സംശയിച്ചു. സഹോദരൻ കുഞ്ഞുകുട്ടിയുടെ പെട്ടെന്നുണ്ടായ മരണം മാത്യുവിൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടാണ് ഉണ്ടാക്കിയത്. പതിവായി മദ്യപിച്ചതുകൊണ്ട് കിഡ്നികൾ തകർച്ചയില്ലെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും ചെവിക്കൊണ്ടില്ല. കുഞ്ഞ് മറ്റുള്ളവർക്ക് ഉപകാരിയായിരുന്നു. കൂട്ടുകാരുമൊത്ത് കള്ളു കുടിക്കുവാനോ ചീട്ട് കളിക്കുവാനോ പോകാറില്ല. മദ്യം വരുത്തുന്ന അപകട സാധ്യതകളെ പലവുരു ആവർത്തിച്ചു പറഞ്ഞപ്പോഴൊക്കെ മുഖം ചുളിക്കുകയും ഒരൽപ്പം വല്ലപ്പോഴും എന്ന് പറഞ്ഞൊഴിയുകയുമാണ് ചെയ്തിരുന്നത്. മദ്യവിപത്തുകൾ എത്രയോ കുടുംബങ്ങളെ അനാഥരാക്കുന്നു. വിൽപ്പനയിൽ വർധനവുണ്ടാക്കി മനുഷ്യരെ അബോധാവസ്ഥയിലെത്തിക്കുന്ന ഭരണകൂടങ്ങൾ. മാത്യു വിദൂരതയിലേക്ക് മെഴിനട്ട് ചിന്തകളുടെ തൂവൽ വിടർത്തി. വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മഴ ഭൂമിയെ കഴുകി ഉണക്കിയിരുന്നു. ആകാശം തെളിഞ്ഞു. വീടിന് മുന്നിൽ ധാരാളം വാഹനങ്ങൾ കണ്ടു. മരണമറിഞ്ഞെത്തിയ ബന്ധുക്കൾ, അയൽക്കാർ. കാറിൽ നിന്നിറങ്ങി പ്രത്യാശ പറ്റിയ കണ്ണുകളോടെ അയാൾ എല്ലാവരെയും നോക്കി. അടുത്തും അകലത്തിലുമായി അടുക്കിപ്പിടിച്ച് സംസാരിക്കുന്നവർ. കുഞ്ഞിൻ്റെ പെൺമക്കളുടെ പുഞ്ചിരി മാഞ്ഞുപോയ വാടിയ മുഖങ്ങൾ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഭാര്യ. ബന്ധുക്കൾ ആർദ്രതയോടെ മെല്ലെ നടന്ന് ഓരോരുത്തരുടെ അടുക്കലെത്തി ആത്മധൈര്യം പകർന്നു. മനുഷ്യരുടെ അവസാന സമ്പാദ്യമാണ് മരണം. അത് രക്ഷയാണ്. മുന്നേ രക്ഷപ്പെടുന്നവർ ഭാഗ്യശാലികൾ. ആ വാക്കുകൾ അവർക്ക് ആശ്വാസം പകരില്ലെന്നറിഞ്ഞു തന്നെ അയാൾ പറഞ്ഞു. എങ്ങും നിശബ്ദത മാത്രം. വിദേശത്തുള്ള മകനു വേണ്ടി മൃതശരീരം മോർച്ചറിയിൽ സൂക്ഷിച്ചു. ലക്ഷങ്ങൾ മുടക്കി ദിനപത്രത്തിൽ ഫോട്ടോയും മരണവാർത്തയും കൊടുത്തു. മരണം മാധ്യമങ്ങൾക്കും നല്ലൊരു വരുമാനമാണ്. പണമില്ലെങ്കിലും ചരമക്കോളത്തിൽ ചെറുതായി കൊടുക്കും. മുറ്റത്ത് ആർഭാട പന്തലുയർന്നു. വർണ്ണവെളിച്ചം മങ്ങിയെരിഞ്ഞു. സന്ധ്യായാമങ്ങളിൽ ഭദ്രാസന ബിഷപ്പുമാർ വിലപിടിപ്പുള്ള കാറുകളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു മടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ മാത്യു ഓർത്തത് മറ്റൊന്നായിരുന്നു. പാവങ്ങളുടെ മരണ വീടുകളിൽ ഇവർ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടാകുമോ? വിദേശത്ത് നിന്ന് കുഞ്ഞിൻ്റെ മകനെത്തി. മൃതശരീരം മോർച്ചറിയിൽ നിന്നെടുക്കുന്ന ദിവസം പള്ളി വികാരിയെ കാത്ത് ബന്ധുക്കൾ നിന്നു. സ്വർഗത്തിൽ നിന്നെത്തിയ വിധി പോലെ പ്രാർത്ഥന നടത്താതെ മോർച്ചറിയിൽ നിന്ന് മൃതശരീരം എടുക്കരുതെന്ന് പുരോഹിതൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. വെള്ളവസ്ത്രധാരിയായ പുരോഹിതൻ വന്ന് ആദ്യ പ്രാർത്ഥന നടത്തി. മോർച്ചറിയിൽ നിന്ന് വിടുതൽ നൽകി. ആശുപത്രി മുതൽ വീട് വരെ ഒരു ഘോഷയാത്ര പോലെ ധാരാളം വാഹനങ്ങൾ അനുഗമിച്ചു. റോഡുകളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. മുന്നിൽ പോകുന്ന ജീപ്പിൽ നിന്ന് ദുഃഖഗാനം അലകളായി അന്തരീക്ഷത്തിൽ ഉണർന്നു. എങ്ങോ മഴയുടെ ഇരമ്പിലും ആർത്തിരമ്പി വരുന്ന കാറ്റും മഴ പെയ്യുമെന്നുറപ്പായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ കാരുണ്യത്താൽ മഴ എങ്ങോട്ടോ അകന്നകന്നുപോയി.
വീടിന് മുന്നിലെ റോഡിൽ ലോഹ്യം പറഞ്ഞു നിന്നവരെല്ലാം ആംബുലൻസ് വരുന്നത് കണ്ട് മാറി നിന്നു. വീടിനുള്ളിലേക്ക് മൃതശരീരം എടുത്തു വെച്ചു. തലഭാഗത്ത് വലിയ കുരിശ് തിളങ്ങി. കത്തിച്ചു വെച്ച വിളക്ക് പോലെ മെഴുകുതിരികൾ എരിഞ്ഞു. വീഡിയോയിൽ മുഖം കാണാൻ നായക വേഷം കെട്ടിയാടുന്നവർ, നിഷ്കളങ്കം മിഴികൾ വിടർത്തി നോക്കുന്നവർ, നിറമിഴികളോടെ ബന്ധുക്കൾ മൃതശരീരത്തിനരികിലായി ഇരിപ്പുറപ്പിച്ചു. എങ്ങും നിശബ്ദ തേങ്ങലുകൾ. മൃതശരീരം കാണാനായി ഓരോരുത്തർ വന്നുപോയി. സ്ഥലം എം.എൽ.എയും പരിവാരങ്ങളും സംഘടനകളും വിവിധ സമുദായ കമ്മിറ്റികളും ദുഃഖസൂചകമായി റീത്തുകൾ സമർപ്പിച്ചു. തളർന്നും മനസ്സുമായിരിക്കുന്നവരുടെ മുന്നിൽ സംഘടനാ നേതാക്കൾ കുഞ്ഞിനെ വാനോളം പുകഴ്ത്തി പ്രസംഗിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ബഹുമാനിക്കാത്തവർ മരണശേഷം എത്ര മനോഹരമായി മൃദുവായി പ്രസംഗിക്കുന്നത് കണ്ട് മാത്യു തരിച്ചിരുന്നു. പ്രത്യാശ മങ്ങിയ കണ്ണുകളോടെ മൂകനായി അടുത്തിരുന്ന കൂടെ പഠിച്ച മുരളിയുടെ ചെവിയിൽ അയാൾ മന്ത്രിച്ചു. എടാ, ഇവർ എന്തിനാണ് മരിച്ചവരെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? വെറും തള്ളലല്ലേടാ. ഇനിയും ജീവിച്ചിരിക്കുന്നവരുടെ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. ഇങ്ങനെ റീത്തും പൊന്നാടയും കൊടുക്കുന്ന മുഖം മൂടികൾ ധാരാളമുണ്ട്. പുരോഹിതന്റെ വരവോടെ വീറോടെ പ്രസംഗിച്ചവർ പിന്മാറി. എല്ലാ കണ്ണുകളും പുരോഹിതനിലായി. അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു. മൃതശരീരം പുറത്തെ പന്തലിൽ ഇറക്കി വയ്ക്കുവാൻ നിർദ്ദേശിച്ചു. വീണ്ടും പ്രാർത്ഥന തുടങ്ങി. കുഞ്ഞിന്റെ മകളുടെ ഏങ്ങലടി കേട്ടപ്പോൾ മാത്യു മനസ്സിൽ പറഞ്ഞു, ദുഃഖഭാരം കുറയ്ക്കാൻ പാട്ടും പ്രാർത്ഥനയും നല്ലതെങ്കിലും എന്തിനാണ് മരണവീട്ടിൽ 2 പ്രാർത്ഥനകൾ? പ്രാർത്ഥനകൾ വെറും വഴിപാടുകളോ? പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം മൃതശരീരത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം നെറ്റിയിൽ അവസാന ചുംബനം നൽകി ദേവാലയത്തിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി. കണ്ണീരിൽ കുതിർന്ന കണ്ണുകൾ. വീടിനുള്ളിൽ കണ്ട മൃതശരീര പ്രദർശനം ദേവാലയത്തിനുള്ളിലും തുടർന്നു. വീണ്ടും പാട്ടും പ്രാർത്ഥനയും 1.5 മണിക്കൂറിലധികം അത് തുടർന്നു. ആ കൂട്ടത്തിൽ പുരോഹിതനും ഇടവക സെക്രട്ടറിയും ചില പള്ളി പ്രമാണിമാരും വീട്ടിൽ കണ്ട കവല പ്രസംഗം പോലെ ദേവാലയത്തിനുള്ളിലും കുഞ്ഞിന് നിറക്കൂട്ട് നൽകി. നാവുകൊണ്ടുള്ള കൊലപാതകം തുടർന്നു. മാത്യുവിന്റെ മനസ്സാകെ അസ്വസ്ഥമായി. മുഖം കുനിച്ചിരുന്നു. ദേവാലയ ദീപങ്ങൾ അണഞ്ഞു. മൃതശരീരം സെമിത്തേരിയിലേക്ക് എടുത്തു. കുഴിമാടത്തിനരികിൽ എല്ലാവരും എത്തി. അവിടെയും യേശുവിൻ്റെ അന്ത്യ അത്താഴം പോലെ അവസാനത്തെ 5ാം പ്രാർത്ഥന. മാത്യുവിൻ്റെ മനസ്സ് നിശബ്ദമായി തേങ്ങി. ഇവർ എന്തിനാണ് 5-6 മണിക്കൂറുകൾ പ്രാർത്ഥനകൾ നടത്തി മനുഷ്യരെ മാനസികമായി പീഡിപ്പിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മരിച്ച ആത്മാവിന് മോക്ഷം ലഭിക്കുമോ? നൂറ്റാണ്ടുകളായി മതദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ഇവർ നന്മയുള്ളവരായി മാറിയോ? മാത്യുവിന്റെ മനസ്സ് മന്ത്രിച്ചത് ഇതുപോലുള്ള മരണാനന്തര ശസ്ത്രക്രിയകൾ ഗൾഫിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ കാണാറില്ലല്ലോ എന്നായിരുന്നു. കേരളത്തിലെ മരണവീടുകളിൽ മരണവിപണന വികസനം എത്തിയത് മാത്യു അറിഞ്ഞിരുന്നില്ല. എങ്ങും അജ്ഞത, അന്ധകാരം മനുഷ്യരെ ശ്മശാന മണ്ണിലേക്ക് നയിക്കുന്നതായി തോന്നി. ദേവാലയത്തിന് മുകളിലിരുന്ന പ്രാവുകൾ തല ഉയർത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരങ്ങളെ സഹതാപത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നന്ദി.